ജയിൽ നോമിനേഷൻ. ഈ സീസണിലെ അവസാനത്തെ ജയിൽ നോമിനേഷൻ. മിവിൻ ഇരുന്നുകൊണ്ട് പറഞ്ഞ ആ സാവുമ്പം പോട്ടെ, അവനെ ഞാൻ പറഞ്ഞു വിടുമെന്ന്. ഈ ആഴ്ചയിലെ മോശം പ്രകടനം കാഴ്ചവെച്ച 2 പേരെ ഓരോരുത്തരായി വന്ന് വോട്ടിങ്ങിലൂടെ കാരണം പ്രത്യേകം പറയേണ്ടതാണെന്ന് ബിഗ് ബോസ് പറഞ്ഞ്. ആദ്യമായിട്ട് വന്നത് അനീഷാണ്. ബിഗ് ബോസ് ഇനി 9 ദിവസം മാത്രമാണ് ഈ ഷോയുള്ളത്. അവസാന ദിവസങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രോബ്ലം എന്നുള്ളത് വെച്ച് നോക്കിയാൽ മുൻ വീക്കുകളിലുള്ള അത്ര പ്രോബ്ലങ്ങളൊന്നും ഇപ്പോഴില്ലായിരുന്നു. അടുത്തെങ്ങും എത്താത്ത കണക്കുള്ള ഒരു പ്രോബ്ലം, ചെറിയ ഒരു പ്രോബ്ലങ്ങളെ ഈ വീക്കിലുള്ളായിരുന്നു. ആക്ച്വലി ഇതൊരു പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ഒരു സില്ലി കാര്യമായിട്ട് മാറും. എങ്കിലും ഈ വീക്കിൽ വെച്ച ഒരു പ്രോബ്ലം വെച്ചാണ് ഞാൻ പറയുന്നത്. എങ്കിലും ഈ വീക്ക് വളരെ വളരെ ശാന്തമായി പോയ ഒരു വീക്കായിരുന്നു. ഉണ്ടായ ഒരു ഇഷ്യൂ, അതിൻ്റെ പേരിൽ ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളെയാണ്. കാരണം അനുമോൾ കിച്ചൺ ടീമിലെ ഒരു മെമ്പറായിരുന്നു. അപ്പോഴാണ് ആ ഇഷ്യൂ ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് ഇഷ്യൂ ഉണ്ടാവുക എന്നത്. ഒരു പ്രോബ്ലം ഉണ്ടായാൽ ആ പ്രോബ്ലം വീണ്ടും വീണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് നാളുകളായിട്ടും പാച്ചപ്പ് ആകാതെ പോകുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു ദിവസമൊക്കെ നീണ്ടു നിൽക്കാം. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കൊണ്ടുപോകുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഞാൻ പേഴ്സണലി പറയുന്നുണ്ടായിരുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് ഞാൻ കുറേ തവണ ഞാൻ പറഞ്ഞു നോക്കി. എന്തുകൊണ്ടോ അപ്പോഴൊക്കെ എന്നെപ്പോലെ നിങ്ങളും അത് പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കാം. ആ പ്രോബ്ലം അങ്ങനെ നീണ്ടുപോയതിലാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുകൊണ്ടും വേറെ കാരണങ്ങളില്ലാത്തത് കൊണ്ടും ഞാൻ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ അനുമോൾ. എൻ്റെ സെക്കൻഡ് നോമിനേഷൻ ആദിലയാണ്. ബിക്കോസ് ഇത് തന്നെയാണ് കാരണം. ഈ ഒരു ഇഷ്യൂവിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരുന്നു ആദില. ആദിലയും നൂറയും ആയിരുന്നു. ഇവിടെ ഞാൻ നൂറയെ ചൂസ് ചെയ്യുന്നില്ല. നൂറ ഒരു ക്യാപ്റ്റനായിരുന്നു. ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണം എന്നുള്ളത് കൊണ്ട് ഞാൻ നൂറയെ ചൂസ് ചെയ്യുന്നില്ല. മൂന്നാമതൊരാൾ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നൂറയെ ചൂസ് ചെയ്തിരുന്നേനെ. അതുകൊണ്ട് ഞാൻ ആദിലയാണ് ചൂസ് ചെയ്യുന്നത്. ആദിലയും കുറച്ച് പരിധി വിട്ട് പോയിരുന്നു. എൻ്റെ സെക്കൻഡ് നോമിനേഷൻ ആദില. അങ്ങനെ അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് അനുമോളെയും ആദിലയും. ഇന്നലെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് അനീഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. അത്രയേ ഉള്ളൂ. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.